بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അംബിയാ മുർസലീങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളും ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കാനും അതിനു വേണ്ടി സമയം ചിലവഴിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവസാനം ഓതി വെച്ച ആയത്ത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വഅലൈക്കും സലാം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നമ്മൾ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യും. മാ ഖദ്ദമു അവർ ആഖിറത്തിനേക്ക് വേണ്ടി ചെയ്തു വെച്ച അമലുകൾ, നമ്മൾ ജീവിതകാലത്ത് ചെയ്ത അമലുകൾ അള്ളാഹു രേഖപ്പെടുത്തും. വആഥാറഹും നാം ബാക്കി വെച്ച് പോയതും അള്ളാഹു രേഖപ്പെടുത്തും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു എല്ലാ കാര്യങ്ങളും നാം രേഖപ്പെടുത്തിയിരിക്കുന്നു ഫി ഇമാമിൻ മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ. അതാണ് ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ആ മരണത്തോടു കൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, ഒരു ജീവിതം ആരംഭിക്കുകയാണ്. ഒരു ജീവിതം ആരംഭിക്കുകയാണ്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. മരണത്തിന് ശേഷമുള്ള ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നാം ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? അമലുകൾ ചെയ്ത് അതിനെ നന്നാക്കാൻ. അപ്പം അതാണ് യഥാർത്ഥ ജീവിതം. അതാണ് അല്ലാഹു പറയുന്നത്, മരണപ്പെട്ടവരെന്ത് ചെയ്യും? നാം ജീവിപ്പിക്കും. അല്ലേ? മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും. അഥവാ മരണത്തോടുകൂടി എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ദുനിയാവിൽ ഈ ജീവിതത്തിൽ നാം ചെയ്യുന്നതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ചെയ്തതും വആഥാറഹും നാം ബാക്കി വെച്ചതും. അവിടെ കുറച്ച് ആലോചിക്കാനുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് പറഞ്ഞത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് രണ്ട് വിഭാഗം ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ജീവിച്ചു, എല്ലാ സുഖസൗകര്യത്തോടെയും ജീവിച്ചു, മരണപ്പെട്ടു. മരണത്തോടുകൂടി അവർ വിസ്മരിക്കപ്പെട്ടു. പിന്നെ ആരും അവരെക്കുറിച്ച് ഓർക്കുന്നില്ല, അവരെക്കുറിച്ച് പറയുന്നില്ല, അവർ ചർച്ചയില്ല. 2 ആഴ്ച കുടുംബക്കാർ ചെറിയ വേദന ഉണ്ടാവും, പരസ്പരം സംസാരിക്കും. പിന്നെ അങ്ങോട്ട് കുടുംബക്കാരും മറന്നു, മക്കളും മറന്നു, ഭാര്യയും മറന്നു, ജ്യേഷ്ഠാഞ്ചന്മാരും മറന്നു, നാട്ടുകാർ മറന്നു. പിന്നെ എപ്പോഴെങ്കിലും അവരെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാലായി. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മറ്റേ വിഭാഗം ആൾക്കാർ ജീവിച്ചു, അവർ മരണപ്പെട്ടു. പക്ഷേ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെ സംബന്ധിച്ച് എല്ലാവരും പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരുടെ നന്മകൾ ഓർക്കും. മക്കളെ, അവരുടെ നന്മകൾ, ചെറിയ ചെറിയ മക്കൾക്ക്
അവരെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടും. അങ്ങനെ ജീവിച്ച് മരിച്ച ചില ആൾക്കാരുണ്ട്. അതാണ് ആസാറഹും, അവർ ബാക്കി വെച്ചതും അള്ളാഹു രേഖപ്പെടുത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കണം. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വർഷം ജീവിച്ച് ഇങ്ങനെ എന്തൊക്കെയോ അമലുകൾ ചെയ്ത്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മരണത്തോടുകൂടി ഒന്നും എല്ലാം അവസാനിക്കുന്ന രീതിയിലാണെങ്കിൽ ദീനിന് വേണ്ടി ഒന്നും പണിയെടുത്തില്ല, ആഖിറത്തിന് വേണ്ടി ഒന്നും പണിയെടുത്ത് വെച്ചില്ല, അതോടുകൂടി അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ അർത്ഥമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുൻകാല സമുദായത്തിൽ ഇപ്പം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കെല്ലാവർക്കും അറിയുന്ന ഇമാമാണ്, വലിയ മുഹദ്ദിസാണ്, ഫഖീഹാണ്. അദ്ദേഹം വഫാത്തായത്, ജനിച്ചത് ഹിജറ 150-ലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് ഹിജറ വന്നിട്ട് 150 വർഷം കഴിഞ്ഞിട്ടാണ് ഇമാം ഷാഫിഈ ജനിക്കുന്നത് ഹിജാസിൽ. വഫാത്താകുന്നത് ഹിജറ 204. എത്ര വർഷം ജീവിച്ചു? 54 വർഷം. ഹിജറ 204 വഫാത്തായി. ഇന്ന് ഹിജറ എത്രയാ? 46-47. അത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ചെറിയ മക്കൾക്ക് പോലും ഇമാം ഷാഫിഈനെ അറിയാം, അല്ലേ? നമ്മൾ പെണ്ണുങ്ങൾക്കറിയാം, നമ്മളെ വയസ്സന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നമ്മളെപ്പോഴും ദുആ ചെയ്യാൻ, ആ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ ദുആ ചെയ്യാൻ അദ്ദേഹം ബാക്കിയാക്കിയിട്ട് പോയി. അതാണ് ആസാറഹും, നമ്മുടെ ആസാറുകൾ രേഖപ്പെടുത്തും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം ജനിച്ചത് ഹിജറ 170-ലാണ്, 170. വഫാത്തായത് ഹിജറ 250 വർഷം, 247-ലായിട്ടാണ് വഫാത്താകുന്നത്. ചുരുങ്ങിയ വർഷമാണ് ജീവിച്ചത്. ഹിജറ 247-ലായിട്ടാണ് വഫാത്താകുന്നത്, 90-ൽ. ചുരുങ്ങിയ വർഷമാണ് ജീവിച്ചത്. പക്ഷെ അദ്ദേഹം യതീമായിട്ടാണ് ജീവിതം ആരംഭിച്ചത്, യതീമായിട്ടാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാത്ത ഒരാളില്ല. എല്ലാവരും പറയുന്നു, എല്ലാവരും ദുആ ചെയ്യുന്നു. അഹ്ലുസുന്നൻ്റെ ഇമാമികൾ, ശേഷം വന്ന ഇമാമികൾ അഹ്മദ് ബിൻ ഹംബലിനെ കാണാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അഖീദ അഹ്മദ് ബിൻ ഹംബലിൻ്റെ അഖീദയാണ്, അങ്ങനെ പറയുന്നു. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അതോ നമ്മുടെ മൻഹജ് അഹ്മദ് ബിൻ ഹംബലിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നു അഹ്ലുസുന്നൻ്റെ ഇമാമികൾ. ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ കൂടെ അവർ ജീവിക്കുമ്പം അവരുടെ അയൽവാസിയായി ജീവിച്ച ആൾക്കാർ ഇന്നെവിടെയാണ്? ആർക്കും അറിയില്ല. അന്ന് നാട് ഭരിച്ച രാജാക്കന്മാരെവിടെ? മണ്ണായിപ്പോയി, ആരും ഓർക്കുന്നില്ല, ആർക്കും അറിയുന്നില്ല. അന്ന് വലിയ വലിയ സമ്പത്ത് കൊണ്ട് ആറാടിയ ആൾക്കാരുണ്ടാവും ആ നാട്ടിൽ. അഹ്മദ് ബിൻ ഹംബലിനെ അടിച്ച് ബോധരഹിതനായി വീണിട്ടുണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ. ആ അടിച്ചോനെവിടെ? എല്ലാം മണ്ണായിപ്പോയി. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇന്നും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ജീവിക്കും. അതാണ് ആസാറഹും, അവർ ബാക്കിയാക്കി വെച്ചത്. പ്രിയമുള്ളവർ, അങ്ങനെ എന്തെങ്കിലും ബാക്കിയാക്കാൻ നമ്മുടെ ജീവിതത്തിലും വേണം. അതിന് ബാക്കിയാക്കേണ്ട ഏറ്റവും ഒരു മാർഗം എന്താണ്? ദീനിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വയസ്സായ ഒരാളെ കണ്ടു, എന്താ ചെയ്യുന്നത്? അപ്പം പറയും, കുറേ വർഷം ഗൾഫിലായിരുന്നു, 4-5 മക്കളെ പെണ്ണ് കെട്ടിച്ചു വിട്ടു, ആ മക്കളൊക്കെ ജോലിയിലായി, ഇപ്പം കുറച്ച് വിശ്രമിക്കുകയാണ്. അപ്പം ഇതുവരെ ചെയ്തത് എന്താണ്? ആ ഒരായുഷ്കാലം മുഴുവൻ ചെയ്തത് കുടുംബത്തിന് വേണ്ടിയിട്ട്. അവനാ മരിച്ചാലോ 2 ആഴ്ച കുടുംബക്കാർ ഓർക്കും, 3-ാമത്തെ ആഴ്ച ഭാര്യയ്ക്ക് ചേർന്ന് ഓർമ്മയുണ്ടാവും. മക്കളുടേതായ രീതിയിൽ തിരക്കിലായിരിക്കും, പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാരുടെ രീതിയിൽ തിരക്കിലായിരിക്കും. ആരും ഓർക്കാനുണ്ടാവില്ല, ആരും പറയാനുണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ദീനിന് വേണ്ടി പണിയെടുത്ത് വെച്ചാൽ സമ്പത്തുള്ളവൻ സമ്പത്ത് കൊണ്ട്, ആരോഗ്യമുള്ളവൻ ആരോഗ്യം കൊണ്ട്, ഇൽമുള്ളവൻ ഇൽമു കൊണ്ട്, ഓരോരുത്തർക്കും അള്ളാഹു പല രീതിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും പണിയെടുത്താൽ പ്രിയമുള്ളവരെ, അത് ആസാറഹും, അള്ളാഹു എന്ത് ചെയ്യും? മരണശേഷവും നമ്മുടെ ഇബാദത്തായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും, അത് ബാക്കിയാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ സമയം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിക്കുക. നമ്മുടെ പെണ്ണുങ്ങളെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എത്രയോ ഖേദകരമാണ് അവർ പെണ്ണുങ്ങളുടെ അവസ്ഥ. അവർ ജീവിക്കുന്നു അടുക്കളയിൽ, വീട്ടിൻ്റെ അടുക്കളയിൽ അവർ ജീവിക്കുന്നു, അമൽ ചെയ്യുന്നുണ്ട്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്.
ആ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്താലായി. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, ബാക്കിയാക്കാനൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, സലഫുകളുടെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. അവർ ദീനിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അവരുടെ പണി എന്താ? ഷാഫി റഹ്മുള്ളയുടെ ഉമ്മ ചെയ്ത പണി. ഷാഫി റഹ്മുള്ളയുടെ ഉമ്മയല്ലേ ഷാഫിനെ ബാക്കിയാക്കിയത്? അഹ്മദ് ഹംബൽ റഹ്മുള്ളയുടെ ഉമ്മയല്ലേ അഹ്മദ് ഹംബലിനെ ബാക്കിയാക്കിയത്? ഓരോ ഇമാമിങ്ങളെയും അവർ വളർത്തിയെടുത്തത് അവരുടെ ഉമ്മമാരാണ്. അവർക്കത് ബാക്കിയായി. പക്ഷെ നമ്മുടെ പെണ്ണുങ്ങളോ? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി പണിയെടുക്കാൻ, സമയം ചെലവഴിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. വളരെ പണിയെടുക്കണം, അല്ലാണ്ട് ദീനിന് വേണ്ടി എന്തെങ്കിലും ബാക്കിയാക്കണം. നമ്മുടെ മക്കൾ, നമുക്ക് ഇമാം ഷാഫി റഹ്മുള്ള ബാക്കിയാക്കിയതുപോലെ, ഇമാം മാലിക് റഹ്മുള്ള ബാക്കിയാക്കിയതുപോലെ ഒന്നും ആക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് അള്ളാഹു നൽകിയ, നമ്മുടെ കീഴിൽ നൽകിയൊരു കുടുംബം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. നല്ലൊരു ഇസ്ലാമിക കുടുംബത്തെ ബാക്കിയാക്കാൻ കഴിയും, അല്ലേ? ഇപ്പം മക്കൾ, അള്ളാഹു നമുക്ക് മക്കളെ നൽകി, വലിയ നിഅമത്താണ്. മക്കൾ വലിയ നിഅമത്താണ്. മക്കളെ നൽകി റസൂൽ എന്താ പറഞ്ഞേ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ മക്കളും ജനിച്ച് വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവരുടെ മനസ്സ് കാലിയാണ്, നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് വരുന്നത്. പിന്നെ ആ മനസ്സിലേക്ക് നമ്മളാണ് ഓരോന്ന് ഇട്ടുകൊടുക്കുന്നത്. മാതാപിതാക്കളാണ് ഓരോ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. നമ്മൾ എന്താണോ ഇട്ടുകൊടുത്തത് അതാണ് ആ മനസ്സിൽ വളർന്നു വരിക. ആ കുട്ടി വളരും തോറും ആ കുട്ടിയുടെ സംസ്കാരം, സ്വഭാവം ഇതൊക്കെ രൂപീകരിക്കുന്നത് ആരാണ്? മാതാപിതാക്കളാണ്. അപ്പം നമ്മൾ നല്ലത് മാത്രം ഇട്ടുകൊടുത്താൽ, ആ കാലിയായ പാത്രത്തിൽ നല്ലത് മാത്രം ഇട്ടുകൊടുത്താൽ ആ നല്ലത് കൊണ്ട് മക്കൾ വളരും. ആ മക്കളിലൂടെ ഉണ്ടാകുന്ന മക്കളോ അവരും അതേ രീതിയിൽ നല്ലതിൽ വളരും. നമ്മൾ മരണപ്പെടുമ്പോൾ നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, റസൂലിനെ പരിചയമുള്ള, സഹാബാക്കളുടെ പരിചയമുള്ള, അള്ളാഹുവിനെ പരിചയമുള്ള നല്ലൊരു തലമുറയെ ബാക്കിയാക്കിയിട്ട് നമുക്ക് മരണപ്പെടാൻ കഴിയും. അതെല്ലാവർക്കും കഴിയും. അതെല്ലാവർക്കും അള്ളാഹു കുടുംബം നൽകിയിട്ടുണ്ടല്ലോ. അതിലെങ്കിലും എന്ത് ചെയ്യുക? നമ്മൾ പണിയെടുക്കുക, മക്കളെ പഠിപ്പിക്കുക, മക്കളെ ബാക്കിയാക്കുക, ദീൻ അറിയുന്നൊരു സമൂഹത്തെ ബാക്കിയാക്കാൻ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ, അവർക്കതിൽ കഴിയും. അവരാണ് മക്കളായിട്ട് ഏറ്റവും ബന്ധമുള്ളത്, അവർക്കാണ്. അവരാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ എത്ര കണ്ട് നല്ലത് ഇട്ടുകൊടുത്തോ അതേപോലെ ആ മക്കൾ വളർന്നു വരും. അതുകൊണ്ട് പെണ്ണുങ്ങൾ ബാക്കിയാക്കാൻ, മരണത്തിന് ശേഷവും നന്മകൾ രേഖപ്പെടുത്തുന്നത് ബാക്കിയാക്കാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ അവസരമുള്ളത്. പക്ഷെ അവർ അശ്രദ്ധ കാണിക്കുന്നു, അലംഭാവം കാണിക്കുന്നു. അവർ എന്തോ ഒരു ദുനിയാവിൻ്റെ ചെറിയ സുഖത്തിനും രസത്തിനും ഇതൊക്കെ മറക്കാൻ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ചെറിയൊരു ശ്രദ്ധ മതി, എന്നാൽ ആഖിറത്തിൽ വലിയ ദറജകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. മാ ഖദ്ദമു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച അമലുകൾ, വ ആസാറഹും നമ്മൾ ബാക്കിയാക്കിയത്. സഹാബാക്കളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സഹാബി, മുസ്ലിമായി, നേതാവാണ്, അൻസാറുകളുടെ നേതാവാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മുസ്ലിമായി ഖന്തഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിനൊരു അമ്പുണ്ട്. ഖന്തഖ് യുദ്ധം ശരിക്കും നടന്നിട്ടില്ല, ശത്രുക്കൾ തിരിച്ചു പോയല്ലോ. ഒരമ്പ് കൊണ്ടു അദ്ദേഹത്തെ പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടത്തി. ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഷഹീദായി. ഒരു മാസം പള്ളിയിൽ കിടന്നിട്ടുണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഒരു മാസത്തിന് ശേഷമാണ് ഷഹീദാകുന്നത്. അദ്ദേഹം മുസ്ലിം ആയത് 30-ാമത്തെ വയസ്സിലാണ്. മരണപ്പെടുന്നതോ 35-ാമത്തെ വയസ്സിൽ. ആകെ ജീവിച്ചത് 5 വർഷമാണ് മുസ്ലിമായിട്ട് ഈ ഭൂമി ലോകത്ത് അദ്ദേഹം ജീവിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം മരിച്ച രാത്രി ഒരു മലക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹാബാക്കളിൽ ഇന്നലെ രാത്രി ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനാസയിൽ 70,000 മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്. 5 വർഷം ജീവിച്ച ആളെ കഥയാണ് പറയുന്നത്. 70,000 മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഹ്തസ്സ ലിമൗതിഹി അർഷുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർഷ് ഒന്ന് അനങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണ കാരണം. പണ്ഡിതന്മാർ പറയാണ്, അദ്ദേഹത്തിന് ആ നഫ്സിനെ സ്വീകരിക്കുന്ന സന്തോഷത്താലാണ് അള്ളാഹുവിൻ്റെ അർഷ് ഒന്ന് അനങ്ങിയത്. 5 വർഷം കൊണ്ടാണ് നേടിയെടുത്തത്.
സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 വർഷം കൊണ്ടാണ് ആ സ്ഥാനം നേടിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് നല്ല പട്ടിൻ്റെ വസ്ത്രം കൊണ്ടുവന്നു. റസൂൽ അത് എടുത്തു. സഹാബാക്കൾക്ക് നേരെ ഉയർത്തി കാണിച്ചു. എന്ത് പറഞ്ഞു? ലമനാദീലു സഅദിൻ ഫിൽ ജന്നതി അഹ്സനു മിൻ ഹാദാ. സഅദ് ബിൻ മുആദിൻ നാളെ സ്വർഗത്തിൽ കിട്ടുന്ന തുവാല ഇതിനേക്കാൾ മികച്ചതാണ്. സഹാബത്തിനെ പഠിപ്പിച്ചതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, സഅദ് ബിൻ മുആദ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബർ കുഴിക്കുന്നതിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിക്കുകയാണ്. നമ്മൾ ഓരോ കോര് മണ്ണെടുക്കുമ്പോഴും ഖബറിൻ്റെ കുഴി ആഴം കൂടും തോറും അതിൽ നിന്ന് നല്ല കസ്തൂരിയുടെ മണം നമുക്ക് അനുഭവിക്കുമായിരുന്നു. സഹിഹായ ഹദീസാണ്. ആ മയ്യത്ത് ഖബറിലേക്ക് എത്തിയിട്ടില്ല, അപ്പോഴേക്കും ഖബർ കസ്തൂരിയുടെ മണം പൂശാൻ തുടങ്ങി. 5 വർഷം കൊണ്ട് ആ സഹാബി ബാക്കിയാക്കിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ അവസ്ഥ. ഇത്രയും വർഷം ജീവിച്ചിട്ട് എന്ത് ചെയ്തു? അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് പറയാനൊന്നുമില്ല. മറ്റുള്ളവർ പറയാനല്ല, സ്വന്തത്തിനോട് പറയാൻ തന്നെ ഒന്നുമില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, മറ്റുള്ള വിഭാഗത്തിലൊക്കെ സ്വന്തത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്ത് പണിയെടുത്തു എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ പറയാൻ എന്തില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. എല്ലാവർക്കും ആരോഗ്യമുണ്ട്, അള്ളാഹു നൽകിയ രീതിയിൽ നല്ല രീതിയിൽ ദുനിയാവ് നൽകിയിട്ടുണ്ട്. പണിയെടുത്തു ആഖിറത്തിന് വേണ്ടിയിട്ട്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്താൽ അത് ബാക്കിയാവും. മറ്റെല്ലാ മരണത്തോടെ അവസാനിക്കും. അത് മാത്രമേ ബാക്കിയാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ 3. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളാണ് ബാക്കിയാകുന്നത്. മരണത്തിന് ശേഷവും അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ. 1 ഇൽമുൻ യന്തഫിഉ ബിഹി, അവൻ ഉപകാരപ്പെട്ട ഇൽമ്, അവൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, അത് ബാക്കിയാവും. 2 സ്വദഖത്തിൻ ജാരിയ, സ്വദഖ, ജാരിയായ സ്വദഖ, എന്തെങ്കിലും നന്മകൾ ചെയ്ത് ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും നന്മയിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യും? അള്ളാഹു ബാക്കിയാക്കും. 3 വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വലതെന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല റസൂല്. കാരണം വലത് എല്ലാവർക്കും ഉണ്ടാവും. റസൂൽ ചേർത്ത് പറഞ്ഞത് വലദുൻ സാലിഹുൻ, സാലിഹായ മക്കളാണ്, അവർ മാത്രമേ ബാക്കിയാവും. മറ്റുള്ളവർ 2 ദിവസം ഇങ്ങനെ മറന്നിട്ട് അവരുടെ തിരക്കിലേക്ക് പോകും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അള്ളാഹിൻ്റെ മുമ്പിൽ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കിയാൽ അതും ബാക്കിയാവും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ പ്രിയമുള്ളവരെ മരണത്തിന് ശേഷവും കിതാബിൽ നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിയും, ആസാറുകൾ ബാക്കിയാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും, ഒന്നും ഉണ്ടാവില്ല. സഹാബി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഞാൻ കുറച്ച് ചരിത്രം പറയാം. ചരിത്രം നമുക്ക് എന്ത് ചെയ്യും? ഉൾക്കൊള്ളാൻ കഴിയും. നമ്മളെപ്പോലെ ജീവിച്ച ആൾക്കാരാണ് സഹാബാക്കൾ. നമ്മളെപ്പോലെ കുടുംബം ഉണ്ടായിട്ടുണ്ടല്ലേ. നമുക്കാരാ 1 ഓളും 2 മക്കളും. സഹാബത്തിനോ 4 ഓളും 15 25 മക്കളാണ്. അവർക്കും ജോലി ഉണ്ടായിട്ടുണ്ട്, അവർക്കും കുടുംബം തിരക്കുണ്ട്. നമുക്ക് ആ 2 മക്കളെ പോറ്റാണ് തിരക്ക്, ജോലി. സഹാബത്തിന് അവരെന്തോ ജീവിയല്ല, അവർ നമ്മളെപ്പോലെ ജീവിച്ച മനുഷ്യരാണ്. അവർക്കും അവരുടെ ജോലി തിരക്കുണ്ട്, കുടുംബത്തിനെ നോക്കാനുണ്ട്, ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്, വലിയ മക്കളുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അവർക്കുണ്ട്. അവർ ആരും കാരണം പറഞ്ഞ് പുറക്കിരുന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവർ ആരും സ്വന്തം കുടുംബം നാക്കിയിട്ട് വീട്ടിലിരുന്നിട്ടില്ല. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു സഹാബി കുടുംബം അടിമ കുടുംബമാണ്. 1 ഉപ്പ യാസിർ, മകൻ അമ്മാർ, ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആദ്യകാലത്ത് മുസ്ലിമായ ആൾക്കാരാണ്. അടിമകളായതുകൊണ്ട് തന്നെ ആരും ചോദിക്കാനും പറയാനുമില്ല. എല്ലാ രീതിയിലും പീഡനം സഹിച്ചു. ആദ്യത്തെ ഷഹീദാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ് ഒരു പെണ്ണാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ ആ പെണ്ണിന് അള്ളാഹു സ്ഥാനം കൊടുത്തു. ഇസ്ലാമിന് വേണ്ടി ആദ്യം ഷഹീദാകാനുള്ള സ്ഥാനം അള്ളാഹു കൊടുത്തു. പിന്നെ ബാക്കിയായത് പിതാവ് യാസിറും മകൻ അമ്മാറും. 3 ആൾക്കാരെയും ഖുറൈശികൾ അങ്ങനെ ഉപദ്രവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ദഅവത്ത് ചെയ്യുന്ന കാലം, ആദ്യത്തെ 3 വർഷം റസൂൽ ഇങ്ങനെ നോക്കി കാണും.
റസൂലിൻ്റെ അടുത്തേക്ക് പോകാനോ അവരെ സംരക്ഷിക്കാനോ ഉപദ്രവിക്കുന്നത് തടയാനോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾക്കോ കഴിഞ്ഞിരുന്നില്ല. വിരലിൽ എണ്ണാവുന്നത്ര സഹാബാക്കൾ എന്ന് മുസ്ലിങ്ങളായിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞു വിട്ടു, ഇതാ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ആ 3 സംഘ കുടുംബത്തിന് സന്തോഷ വാർത്ത അറിയിക്കണം. ഇസ്ബിറു യാ ആല യാസിർ ഫഇന്ന മൗഇദകും അൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വേറൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും സഹായിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിന് കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ആ സഹാബാക്കൾ അങ്ങനെ പ്രയാസപ്പെട്ടു. യാസിർ റളിയല്ലാഹു ബോധരഹിതനായി വീണു അമ്മാർ അള്ളാൻ്റെ മുമ്പിൽ. ഉമ്മാനെ അവർ ഷഹീദാക്കി, ഉമ്മാനെ കുത്തിക്കൊന്നവർ. അമ്മാർ റളിയല്ലാഹു ബാക്കിയായി. കാരണം യുവാവാണ്, നല്ല ആരോഗ്യവാനാണ്. ഭയങ്കരമായ രീതിയിൽ പീഡിപ്പിച്ചു. അവസാനം സഹിക്കാൻ കഴിയാതായപ്പോൾ റസൂലിനെ ചീത്ത വിളിച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹു ചീത്ത വിളിച്ചു. അവരുടെ ആലിഹത്തുകളെ, അവർ പൂജിക്കുന്ന ബിംബങ്ങളെ, അവരുടെ മഹത്വങ്ങൾ പറയുകയും അള്ളാഹിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുകയും ചെയ്തു സഹാബി. അവർക്ക് വലിയ ആശ്വാസമായി ഖുറൈശികൾക്ക്. അവർ തിരിച്ചുപോയി. അമ്മാർ റളിയല്ലാഹു നേരെ ഓടി റസൂലിൻ്റെ അടുക്കലേക്ക്, യാ റസൂൽ നിൽ തുമിങ്ക യാ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ താങ്കളെ ചീത്ത വിളിച്ചു. ഞാൻ അവരുടെ ആലിഹത്തുകളെ നല്ലത് പറയുകയും താങ്കളെ ചീത്ത വിളിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, കൈഫ തജിദു ഖൽബക്, എന്നെ ചീത്ത വിളിക്കുന്ന സമയം നിൻ്റെ മനസ്സെങ്ങനെയായിരുന്നു അമ്മാറെ? അമ്മാർ റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് മുത്മഇന്നും ബിൽ ഈമാൻ, പൂർണ്ണ ഈമാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ പീഡനം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണ് അല്ലാഹുവിൻ്റെ റസൂൽ, എൻ്റെ മനസ്സിൽ പൂർണ്ണ ഈമാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ഹൃദയം, സമാധാനമുള്ള ഈമാൻ ഹൃദയം. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ട് നിർബന്ധിതാവസ്ഥയിൽ റസൂലിനെ ചീത്ത വിളിച്ച ആൾക്കാർ അവരുടെ ഈ മുഅ്മിനീങ്ങളാണെന്നുള്ള ആയത്തിറങ്ങി. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിൻ്റെ പേരിൽ. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിൻ്റെ കുടുംബാരം അറിയോ? ചേർത്ത് പറയാനൊരു കുടുംബമില്ലാത്ത ആളാണ്. പക്ഷേ ഇന്ന് മുഅ്മിനീങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം, മുഅ്മിനീങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പേര്, മുഅ്മിനീങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം, അടിമ കുടുംബം. ആ കുടുംബത്തിന് ചേർത്ത് പറയാനൊരു പേരില്ല. പക്ഷേ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്തപ്പോൾ അള്ളാഹു ബാക്കിയാക്കി. അതാണ് പ്രിയപ്പെട്ടത്. ആ രീതിയിലാണ് അള്ളാഹു ബാക്കിയാക്കുക. അങ്ങനെ ദീനിനോട് എന്തെങ്കിലും ചെയ്യണം ബാക്കിയാകാൻ. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മരണത്തിന് ശേഷം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അമ്മാറിൻ്റെ യാസിർ റളിയല്ലാഹു ആ കുടുംബത്തിനോടൊരു സ്നേഹവും, അവരെ കാണാൻ ആഗ്രഹിക്കുന്നു, അവരെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവർ ദീനിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത്. മാഷിത്ത് ഇബ്നത്തി ഫിറഔൻ്റെ കഥയുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന് പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ നമ്മളെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറയുന്നത്. നമ്മളെ പെണ്ണുങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ജീവിക്കല്ലേ, നമ്മളെ പെണ്ണുങ്ങൾ ശരിക്ക് കേൾക്കുക. മാഷിത്ത് ഇബ്നത്തി ഫിറഔൻ, ഫിറഔൻ്റെ കൊട്ടാരത്തിൽ ഒരു വേലക്കാരിയായി ജീവിച്ചൊരു പെണ്ണ്. ആ പെണ്ണിൻ്റെ ഉപ്പയാര്, ഉമ്മയാര്, കുടുംബാര് ഒന്നും അറിയില്ല, ഒരു വേലക്കാരിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് നല്ല മണം, സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്ത് നല്ല മണം വരികയാണ്. റായിഹത്തുൻ ത്വയ്യിബ. ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ ഇതേതാണ് മണം? മാ ഹാദിഹി റായിഹത്തു ത്വയ്യിബ. ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് ഫിറഔൻ്റെ വേലക്കാരിയായ ആ പെണ്ണിൻ്റെയും കുടുംബത്തിൻ്റെയും മണം, മക്കളുടെയും മണമാണത്. സ്വർഗത്ത് വെച്ചിട്ട് റസൂലിനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലെ വമാ ശഅ്നുഹ, എന്താണ് അവർക്ക് പ്രത്യേകത? എന്ത് കാരണത്താലാണ് ആ ഫിറഔൻ്റെ വേലക്കാരിക്ക് ഈ സ്ഥാനം സ്വർഗത്തിൽ കിട്ടിയത്? റസൂല് പോലും അത്ഭുതപ്പെട്ടു. റസൂല് പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് സ്വർഗത്തിൽ അത്രയും ഉന്നതമായ സ്ഥാനം ആ പെണ്ണിന് കിട്ടിയത്. ജിബ്രീൽ അലൈഹിസ്സലാം കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണ് മുസ്ലിമായി, ഫിറഔൻ്റെ വേലക്കാരി. ഒരു ദിവസം ഫിറഔൻ്റെ മകൾക്ക് മുടിവാരി കൊടുക്കുന്ന സമയം കയ്യിൽ നിന്നും ചീർപ്പ് താഴെ വീണു. ആ ചീർപ്പ് എടുക്കുന്ന സമയം ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ ഫിറഔൻ്റെ മോള് ചോദിച്ചു, അബി, എൻ്റെ ഉപ്പാനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ബിസ്മില്ലാ എന്നുകൊണ്ട് എൻ്റെ ഉപ്പാനെയാണോ ഉദ്ദേശിച്ചത്? ആ പെണ്ണൂറിനല്ല, റബ്ബി വ റബ്ബുക്കല്ലാഹ്, എൻ്റെയും നിൻ്റെയും റബ്ബായ അള്ളാഹുവിനാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഫിറൗൻ്റെ മോള് പറഞ്ഞു, എൻ്റെ ഉപ്പ അല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ? അതെ ഉണ്ട്. ഫിറൗൻ്റെ മോള്, എന്നാൽ ഞാൻ ഈ വിവരം ഉപ്പാനെ അറിയിക്കും. ആ വേലക്കാർക്ക് അറിയാം, ആ അവസ്ഥ അറിയാം. കാരണം ഫിറൗൻ രാജാവാണ്. ആ പെണ്ണിന് സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ല. എന്തായാലും ഫിറൗൻ്റെ പീഡനത്തിനിരയാവും. പക്ഷെ ആ പെണ്ണ് ധൈര്യത്തിൽ പറഞ്ഞു അറിയിക്കണം. അറിയിച്ചു. ഫിറൗൻ വിളിച്ചു. ഫിറൗൻ്റെ സദസ്സിലേക്ക് ആ പെണ്ണ് വന്നു. ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ? അതെ ഉണ്ട്. റബ്ബി വ റബ്ബുക്കല്ലാ, നിൻ്റെയും എൻ്റെയും റബ്ബായ അള്ളാഹുവാണ് എൻ്റെ റബ്ബ്. ഫിറൗൻ പല രീതിയിൽ പീഡിപ്പിച്ചു പിന്മാറാൻ വേണ്ടിയിട്ട്. നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ആ പെണ്ണിൻ്റെ ഉമ്മാനെ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ടും പറഞ്ഞു, അനങ്ങില്ല, ഒന്നും ആയില്ല. അവസാനം ഫിറൗൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും, നിൻ്റെ കുടുംബത്തെയും കൊല്ലും. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോൾ ഫിറൗന് സന്തോഷമായി. കാരണം പിന്മാറാൻ തയ്യാറുണ്ടോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഫിറൗന് സന്തോഷമായി. ആ പെണ്ണ് പറഞ്ഞു, നീ എന്നെ കൊല്ലും, എൻ്റെ മക്കളെയും നീ കൊല്ലും. കൊന്നതിന് ശേഷം എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒന്നിച്ച് ഇന്ന് എന്ത് ചെയ്യണം? ദഫൻ ചെയ്യണം. ഫിറൗൻ സമ്മതിച്ചു. വലിയ പാത്രം കൊണ്ടുവന്ന് അത് ചൂടാക്കി ആ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഓരോ മക്കളെയും ആ പാത്രത്തിലേക്ക് എടുത്തിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സാധാ സീത ഒരു പെണ്ണിൻ്റെ കഥയാണ് പറയുന്നത്, പ്രവാചകനല്ല. വഹി ലഭിക്കുന്ന പ്രവാചകൻ്റെ കഥയല്ല ഈ പറയുന്നത്. സാധാ സീത ഒരു പെണ്ണിൻ്റെ, ഒരു വേലക്കാരി പെണ്ണിൻ്റെ കഥയാണ് റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. ആ പെണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഓരോ കുട്ടിയെയും ആ പാത്രത്തിലേക്ക് ഇട്ടു. അവസാനം പാല് കുടിക്കുന്നൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഫിറൗൻ്റെ ഭടന്മാർ പിടിച്ചു വാങ്ങിയപ്പോൾ ആ പെണ്ണൊന്ന് പിറകോട്ട് മാറി. അതും സഹിക്കുന്നില്ല ആ പെണ്ണിന്, പിറകോട്ട് മാറി. ഇതാണ്ടപ്പോൾ ഫിറൗന് സന്തോഷമായി. കാരണം ഈമാനിൽ നിന്നും തൗഹീദിൽ നിന്നും പിന്മാറി എന്ന സന്തോഷം. ആ സമയത്താണ് ആ കുട്ടി സംസാരിച്ചത്. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ 4 കുട്ടികൾ ഒരു കുട്ടിയാണ്, ചെറുപ്പത്തിലെ സംസാരിച്ചൊരു കുട്ടി. ആ കുട്ടി ഉമ്മാണ് പറഞ്ഞ വാക്കാണ്, ഉമ്മ ഇന്ന അദാബദ്ദുന്യ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഉമ്മ, ഈ ദുനിയാവിലുള്ള ശിക്ഷ ആഖിറത്തിലുള്ള ശിക്ഷയെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസാരാണ്, വളരെ നിസാരാണ്. അതുകൊണ്ട് ഫഖ്തഹിമി, എടുത്ത് ചാടാൻ പറഞ്ഞു. ആ ഉമ്മ ആ കുട്ടിയെ പിടിച്ച് എടുത്ത് ചാടിയതിലേക്ക്. ആ കഥയാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് സഹാബാക്കളെ റസൂൽ പഠിപ്പിച്ചു. അത് ഈ ഉമ്മത്തിന് മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരുടെ കഥ? ചേർത്ത് പറഞ്ഞ ഒരു കുടുംബമില്ലാത്തൊരു വേലക്കാരി പെണ്ണിൻ്റെ കഥ. ആ പെണ്ണിന്ന് ബാക്കിയായി. സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാംക്ഷയോടെ അവൾ ആരാണ്, എന്താണ് എന്ന് ചോദിക്കുന്ന രീതിയിൽ അള്ളാഹു സ്ഥാനം നൽകി. ദുനിയാവിൽ എന്തുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുത്തു, തൗഹീദിന് വേണ്ടി ശബ്ദിച്ചു, തൗഹീദിൽ ഉറച്ചു നിന്നു. ആണ് പ്രിയമുള്ളവരെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അമൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. പെണ്ണുങ്ങൾ ഇങ്ങനെ ജീവിതം തീർക്കേണ്ടവരല്ല. അവർക്ക് ബാക്കിയാക്കാൻ അള്ളാഹു അവർക്ക് മക്കളെ നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ആ മക്കളെ വളർത്തണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാസർഗോഡ് ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ ഉമ്മമാരാണ് മക്കളെ വെടുക്കാക്കുന്നത്. ബാപ്പമാർ രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും. അതിൻ്റെ ഇടയിൽ മക്കൾ ഉമ്മമാരത്തല്ലേ ഉള്ളത്. ആ ഉമ്മമാരെന്താണോ പഠിപ്പിക്കുന്നത് അങ്ങനെ ആ മക്കൾ വളരൂ. ആ ഉമ്മമാരെന്താണോ കാണിക്കുന്നത് ആ രീതിയിൽ ആ മക്കൾ വളരൂ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് മക്കളെ വളർത്തുന്നതിൽ. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായും വളരെ ഗൗരവത്തിലും നിർവഹിക്കണം. എന്നാൽ നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? ബാക്കിയാകും കുറേ അമലുകളുണ്ടാവും. അല്ലാഹു പറഞ്ഞതുപോലെ വആസാറഹും, അവർ ബാക്കിയാക്കി വെച്ചതും നാം രേഖപ്പെടുത്തും. നമ്മുടെ ആ നല്ല തലമുറ, ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനി സംസ്കാരമുള്ള, സ്വഭാവമുള്ള, അങ്ങനെ ദീനി സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് നാം ബാക്കിയാക്കുന്നതെങ്കിൽ അത് ആർക്കാ ബാക്കിയാക്കാൻ കഴിയുക? ഏറ്റവും കൂടുതൽ കഴിയുന്നത് പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കുടുംബത്തെ ദീനിയായി വളർത്തണം. ആ ഉമ്മ മരണപ്പെടും, ആ കുടുംബം ദീനിയായിട്ട് ബാക്കിയാവും. പിന്നെ ആ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന മക്കളും മരുമക്കളൊക്കെ എന്താണ്? ദീനനുസരിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ ഒക്കെ പ്രതിഫലം ആർക്ക് രേഖപ്പെടുത്തും? ആ ഉമ്മാക്ക് രേഖപ്പെടുത്തും. അതുകൊണ്ട് പെണ്ണുങ്ങളെ, സ്ത്രീകളെ, ഉമ്മമാരെ, നിങ്ങൾ പണിയെടുത്തോ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ. ആണുങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക, അത് ബാക്കിയാവും. ഇനി നേരെ തിരിച്ച് ഒരു തിന്മക്കാണ്
തുടക്കം കുറിച്ചതെങ്കിലോ അതും ഇതേപോലെ ആസാറഹും അള്ളാഹു രേഖപ്പെടുത്തും. നമ്മളിപ്പോൾ പറഞ്ഞത് നന്മകളല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? തിന്മകളാണ്. നമ്മുടെ കുടുംബത്തിൽ ഇതിലില്ലാത്തൊരു പുതിയ ശീലം ഒരാൾ കൊണ്ടുവന്നു, ഹറാമായൊരു രീതി. ആ രീതി തിരുത്താനോ മാറ്റാനോ അവൻ ഉദ്ദേശിച്ചില്ല, അങ്ങനെ തുടർന്നു പോയി. അതിൻ്റെ എല്ലാ കുറ്റം ആർക്ക് കിട്ടും? ആ തുടക്കം വെച്ചവന് കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബത്തെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരനാചാരം കടന്നു വന്നു, നമ്മളതിനെ എതിർത്തില്ല, കുഴപ്പമില്ല, ചെറിയ മക്കളല്ലേ, നമ്മളങ്ങനെ തുടങ്ങുക. ചെറിയ മക്കളല്ലേ, ഇപ്പോൾ പെണ്ണുങ്ങൾ വസ്ത്രധാരണം, ചെറിയ മക്കളല്ലേ, തോന്നുമ്പോൾ ഇട്ടിട്ട് എല്ലാ ഫാഷൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. ആ പെണ്ണിൻ്റെ മനസ്സിൽ നിന്നും ലജ്ജയെ നമ്മൾ ഇല്ലാതാക്കി. ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ നിന്നും ലജ്ജയെ നമ്മൾ ഇല്ലാതാക്കി. ആ പെണ്ണിങ്ങനെ വളർന്നു വരികയാണ്. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞിടണം, അവരത്ത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് അനുസരിക്കൂല, പെണ്ണിനാവൂല. പെണ്ണിൻ്റെ ലജ്ജ ഇല്ലാതാക്കിയിരിക്കുന്നു. ആര്? ഉപ്പയാണ് ഇല്ലാതാക്കിയത്. ആ പെണ്ണ് ആ രീതിയിൽ ജീവിക്കും. ആ പെണ്ണിൻ്റെ മക്കളും അതേ രീതിയിൽ വളർന്നു വരും, അവരുടെ മക്കളും അതേ രീതിയിൽ വളർന്നു വരും. അങ്ങനെ ഔറത്ത് ശ്രദ്ധിക്കാത്ത, ദീൻ ശ്രദ്ധിക്കാത്ത ഒരു കുടുംബത്തെ ആര് ബാക്കിയാക്കി? ആ ഉപ്പ ബാക്കിയാക്കി. അവരുടെയൊക്കെ തിന്മാർക്ക് രേഖപ്പെടുത്തും, ആ ഉപ്പാക്കും രേഖപ്പെടുത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറിയ നിസ്സാര വിഷയമല്ല. തലമുറകളോളം ചെയ്തു വെച്ച പാപഭാരങ്ങൾ പേറേണ്ടി വരുന്ന ആൾ ആഖിറത്തിൽ അള്ളാഹിൻ്റെ കോടതിയിൽ. അള്ളാഹ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. വആതാറഹും, നിങ്ങൾ ബാക്കിയാക്കിയത് അള്ളാഹു രേഖപ്പെടുത്തും. അതുകൊണ്ട് തിന്മകളും അതേ രീതിയിലാണ്. ആർക്കെങ്കിലും ഒരു മോശമായ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോശമായ ഒരു രീതി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് വരുന്നവരൊക്കെ അത് ചെയ്യും. അതിൻ്റെയൊക്കെ പാപം ആര് വഹിക്കേണ്ടി വരും? ആദ്യം കാണിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫിൽ ഇസ്ലാമി ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരാൾ നല്ലൊരു രീതി ഒരാൾക്ക് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തു, ഒരു നല്ലതിന് തുടക്കം കുറിച്ചു, അവനക്ക് ആ തുടങ്ങിയതിൻ്റെ പ്രതിഫലമുണ്ട്. അവനിക്ക് ശേഷം അതാരൊക്കെ ചെയ്യുന്നു, ആരൊക്കെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നോ അവരുടെയൊക്കെ പ്രതിഫലം അവരുടേതൊട്ടും കുറയാതെ ഇവനും ലഭിക്കും. ഏതുവരെ? ഇലാ ഖിയാമിസ്സാ, ഖിയാമത്ത് നാൾ വരെ. നേരെ തിരിച്ച് ആരെങ്കിലും ഒരു മോശമായ വഴിയാണ് തുടക്കം കുറിച്ചതെങ്കിൽ, ദീനിലില്ലാത്തൊരു മാർഗമാണ് തുടക്കം കുറിച്ച്, ഹറാമിൻ്റെ ഒരു മാർഗമാണ് തുടക്കം കുറിച്ച് വെച്ചതെങ്കിൽ അവനക്ക് അതിൻ്റെ തെറ്റുണ്ട്. അവനക്ക് ശേഷം ആരൊക്കെയാണോ അത് ചെയ്യുന്നത് അവരുടെ തെറ്റിലൊട്ടും കുറയാതെ ഇവനിക്കും അല്ലാഹു തെറ്റ് രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ ചെയ്ത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ നാളെ ആഖിറത്തിൽ പാപഭാരം വഹിക്കുമ്പോൾ തലമുറകളോളം ചെയ്തതിൻ്റെ പാരപാപം നാം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ ഒരു കാര്യം ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക. നന്മകൾക്ക് തുടക്കം കുറിക്കുന്നവരാവുക, തിന്മകളെ ഇല്ലാതാക്കുന്നവരാവുക. ഒരിക്കലും തിന്മകൾക്ക് തുടക്കം കുറിക്കുന്നവരാകരുത്. അത് വലിയ വില നൽകേണ്ടി വരുന്ന ആഖിറത്തിൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തു വച്ച അമലുകളും നാം രേഖപ്പെടുത്തും. വ ആസാറഹും, അവർ ബാക്കിയാക്കിയതും രേഖപ്പെടുത്തും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു, നാം രേഖപ്പെടുത്തി വെച്ചു. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായൊരു രേഖയിൽ നാം രേഖപ്പെടുത്തി വെക്കും. ഒന്നും കുറയില്ല, ഒരു ചെറുതും കുറയില്ല, വലുതും കുറയില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാം രേഖപ്പെടുത്തും. അത് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും നന്മയുടെ വാഹകരാവുക, നന്മയിലേക്ക് ആളെ ക്ഷണിക്കുക, നന്മകൾ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും തിന്മയുടെ വാഹകരാകരുത്, തിന്മയിലേക്ക് ആളെ ക്ഷണിക്കുന്നവരാകരുത്, തിന്മ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നവരാകരുത്. അത് വളരെ ശ്രദ്ധിക്കണം ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ. നമ്മുടെ കുടുംബമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആ കുടുംബത്തിൽ നല്ലൊരു കാര്യം തുടക്കം കുറിച്ചാൽ അത് ബാക്കിയാവും. ആ കുടുംബത്തിൽ മോശമായ ഒരു കാര്യത്തിന് നമ്മൾ തുടക്കം കുറിച്ചാൽ, പുതിയൊരു രീതിക്ക് തുടക്കം കുറിച്ചാൽ അത് ബാക്കിയാവും. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് ഈ ആയത്ത്. അതിൻ്റെയൊക്കെ പാപഭാരം കിട്ടുന്ന ആഖിറത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദുനിയാവിൽ ഓരോ കൊലപാതകം നടക്കുമ്പോഴും അതിൻ്റെ ഒരു ഓഹരി ആദമിൻ്റെ ആ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. എന്തെങ്കിലും നമ്മൾ ചെറിയൊരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ,
പിന്നീട് അതൊരു വലിയ തിന്മയുടെ ശേഖരമായിട്ട് മാറും. അതിൻ്റെയൊക്കെ പാപഭാരം ആര് വഹിക്കേണ്ടി വരും? നമ്മൾ വഹിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, രണ്ടാൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കും സംസാരിക്കാൻ, രാത്രി സംസാരിക്കാൻ, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ വലുതായി നമ്മളെ കല്യാണം കഴിഞ്ഞ് അവരങ്ങ് പോവും, അടുത്തൊരു തലമുറ വരും. അവിടെ പിന്നെ കഞ്ചാവും ബീഡിയും കള്ളെല്ലായി. പിന്നീട് അതൊരു വലിയ നിശാ ക്ലബ്ബായി മാറും. ഇപ്പോൾ പാവം മരിച്ചിട്ടുണ്ടാവും, ഈ പാവത്തിൻ്റെ വേണ്ട ആ നിശാ ക്ലബിൻ്റെ തുടക്കം കുറിച്ച് ഉദ്ഘാടനം കഴിച്ചതിൻ്റെ തിന്മ വരിക. വളരെ ശ്രദ്ധിക്കണം, നിസ്സാര വിഷയം എന്നല്ല ഇത്. അതേപോലെ നന്മയാണെങ്കിലോ അതും വരും. അത്ഭുതപ്പെടും മനുഷ്യൻ നാളെ ആഖിറത്തിൽ. അല്ലാഹു ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. അതെ, നീ തുടക്കം കുറിച്ച നന്മയുടെ പ്രതിഫലമാണ് ഈ കാണുന്നതൊക്കെ. മനുഷ്യൻ അത്ഭുതപ്പെടുന്ന രംഗ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാലോചിച്ചേക്ക്. അതേപോലെ തിന്മയാണെങ്കിലോ ഖേദം ഒരിക്കലും മാറാത്ത ഖേദമായിരിക്കും. അല്ലാഹു പറഞ്ഞില്ലേ, മനുഷ്യൻ വിരൽ കടിക്കും, വേറൊരു വഴിയില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത്, ഫല യലൂമന്ന ഇല്ലാ നഫ്സഹു, സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക, വേറെ ആരെ ആക്ഷേപിക്കാൻ ഒരു മാർഗവുമില്ല. അതാണ് ആ സംഭവം. അതോടുകൂടി എന്ത് ചെയ്തു, ആ ഒരു സംഭവം അള്ളാഹു പൂർത്തീകരിച്ചു. അതിൽ ആ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ സംബന്ധിച്ച്. ഇതുവരെ പറഞ്ഞ ആയത്തുകൾ എന്താണ്? റസൂലിൻ്റെ ദഅവത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആരെയാണ് ഉപദേശിക്കേണ്ടത്, ഉപദേശം ആർക്കാണ് ഉപകാരപ്പെടുക, ഇനി ചെയ്ത തെറ്റുകൾ തിന്മകളുടെ പാപക്കറയായിട്ട് അള്ളാഹു സീല് വെച്ച ചില ആൾക്കാരുണ്ടാവും. അവർക്കല്ലെന്തില്ല തുറന്നു കൊടുക്കൂല, ഹൃദയം തുറന്നു കൊടുക്കൂല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ പോയിട്ട് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അള്ളാഹുവിനെ പേടിക്കുന്ന, പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന ഹൃദയം ആർക്കുണ്ടോ അവരെയാണ് പ്രവാചകരെ താങ്കൾ ഉപദേശിക്കേണ്ടത് എന്നും പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എന്ത് ചെയ്യും, അവർ ചെയ്തു വെച്ചതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തും. അതിൻ്റെ പ്രതിഫലം നാളെ ആഖിറത്തിൽ അള്ളാഹു, തിന്മയാണെങ്കിൽ തിന്മയായിട്ടും നന്മയാണെങ്കിൽ നന്മയായിട്ടും അത് ബാക്കിയാവും. പിന്നെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ്. ഖുർആൻ എങ്ങനെയാണ്, ഒരു സൂറത്തന്നെ എന്ത് ചെയ്യും, ഒരു സംഭവം പറയും, പിന്നെ മറ്റൊന്നിലേക്ക് കിടക്കും, അങ്ങനെ മാറി മാറിപ്പോവും. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. അസ്ഹാബുൽ ഖറിയ, ഒരു നാട്ടുകാരുടെ സംഭവമാണ്. ആ നാട്ടുകാരും ആ നാട്ടിലേക്ക് വന്ന പ്രവാചകന്മാരും തമ്മിലുള്ള സംസാരവും ആ സംഭവങ്ങളാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. വദ്രിബ് ലഹും, അവർക്കൊരു ഉപമ പറഞ്ഞു കൊടുക്കുക, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. മസലൻ, ഒരു ഉദാഹരണം. അസ്ഹാബൽ ഖറിയ, ആ അസ്ഹാബുൽ ഖറിയ ഒരു നാട്ടുകാരെ സംബന്ധിച്ച്. ആരാണവർ? ഇദ് ജാഅഹ അൽ മുർസലൂൻ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആ നാട്ടിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു സമൂഹം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഒരു സമൂഹത്തിലേക്ക് വന്നു. ആ സമൂഹത്തിൻ്റെ സംഭവം റസൂലെ അങ്ങ് ഉപമയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. ഇത് അർസൽന ഇലൈഹി മുസ്നൈനി, ആദ്യം ആ സമൂഹത്തിലേക്ക് എന്ത് ചെയ്തു, രണ്ട് പ്രവാചകന്മാർ വന്നു. ഇസ്നൈനി, രണ്ടാൾക്കാർ വന്നു. ഫകദ്ദബൂഹുമ, അത് അള്ളാഹുവിൻ്റെ റസൂലിനെ സമാധാനിപ്പിക്കുകയും ചെയ്യാണ്, സഹാബാക്കളെയും സമാധാനിപ്പിക്കുന്ന വാക്കാണ്. ആ നാട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. ആ നാട്ടുകാരിലേക്ക് എന്ത് ചെയ്തു, രണ്ട് പ്രവാചകന്മാരെ നിയോഗിച്ചു അള്ളാഹു. ഫകദ്ദബൂഹുമ, പ്രവാചകരെ നിങ്ങളെ ഇപ്പം കളവാക്കുന്നത് പോലെ, മക്കത്തെ മുശ്രിക്കീങ്ങൾ നിങ്ങളെ കളവാക്കുന്നത് പോലെ, നിങ്ങളെ നിഷേധിക്കുന്നത് പോലെ, നിങ്ങളെ തള്ളിപ്പറയുന്നത് പോലെ എന്നുണ്ട്, ആ രണ്ട് മുർസലീങ്ങളെയും അവർ തള്ളിപ്പറഞ്ഞു. ഫകദ്ദബൂഹുമ, അവർ കളവാക്കി. ഫഅസ്സസ്നാ ബിസാലിസിൻ, അല്ലാഹു പറയാണ്, ഫഅസ്സസ്ന, നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, ആ രണ്ട് പ്രവാചകന്മാരെ നാം ശക്തിപ്പെടുത്തിയത് മറ്റൊരു മൂന്നാമത്തെ പ്രവാചകനെ നിയോഗിച്ചുകൊണ്ടാണ്. മൂന്നാമത്തെ ഒരാളെ നിയോഗിച്ചുകൊണ്ട് ആ രണ്ട് പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തി. ഫഖാലു, എന്നിട്ട് ആ മൂന്ന് പ്രവാചകൻ കൂടിമാർ പറഞ്ഞു, ഇന്ന ഇലൈക്കും മുർസലൂൻ, നമ്മൾ നിങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച മുർസലീങ്ങളാണ്, നിയോഗിച്ചവരാണ്. അപ്പോൾ സമയല്ലേ, അപ്പം തിരിച്ചവർ പറയാണ്, ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന. ഈ അന്ന് ആ നാട്ടിൽ അന്താക്കിയ എന്ന് പറഞ്ഞ നാടാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ അന്താക്കിയ, സിറിയൻ്റെ ഭാഗം.
സിറിയ, അത് അലക്സാണ്ട്രിയ അല്ലേ, അലക്സാണ്ട്രിയ ആണ് ആ ഭാഗമാണ്. സിറിയൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞത് അലക്സാണ്ട്രിയൻ്റെ ഭാഗത്ത്. അവിടെ അന്താക്കിയ 2 നാടാണ്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആദ്യമായി ഒരു നാട് മുഴുവൻ മുസ്ലിമായത്, ഈസാ നബിയിൽ വിശ്വസിച്ചത് ഈ അന്താക്കിയക്കാരാണ്. അതല്ലാത്ത മറ്റൊരു അന്താക്കിയ, ആ അന്താക്കിയയിലെ നാട്ടുകാരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. കാരണം ആ അന്താക്കിയയിലേക്ക് അള്ളാഹു 2 പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ ആ പ്രവാചകന്മാരെ നിഷേധിച്ചു. അപ്പം 3ാമത്തെ ഒരാളെയും കൂടി സഹായത്തിന് വിട്ടു. ആ 3 ആൾക്കാരെയും എന്ത് ചെയ്തു? അവർ നിഷേധിച്ചു. ആ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു കൊടുക്കണം. എന്തിന്? ആശ്വാസിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം 40 വയസ്സ് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായി ജീവിച്ച ആളാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ പോലും നല്ല പേരായിരുന്നു. പക്ഷെ റസൂല് പ്രബോധനം ആരംഭിച്ചു, ദഅവത്ത് ആരംഭിച്ചു. ആദ്യം എതിർത്തത് അബൂലഹബാണ്. റസൂലിൻ്റെ മൂത്താപ്പ. ആ കുടുംബത്തിന് എതിര് വന്നു. ശേഷം കാണാൻ കഴിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കാർ കൂടുന്നിടത്തൊക്കെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂൽ പോയിട്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയും. അത് റസൂൽ പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അബൂലഹബ് ഉമ്മു ജമീൽ അടുത്ത് ചെയ്യും, അവിടത്തേക്ക് വരും. അബൂലഹബ് പറയും, ആ മുഹമ്മദ് ഭ്രാന്തനാണ്, അവൻ നിങ്ങൾ വിശ്വസിക്കരുത്, അവൻ മതത്തിൽ നിന്ന് തെറ്റിപ്പോയവനാണ്, അവനെ നിഷേധിപ്പിക്കാൻ പറയും. അങ്ങനെ റസൂലിനെ പിറകെ കൂടി റസൂലിനെ പ്രയാസപ്പെടുത്തുകയാണ്. അതാണ് ആ താക്കീത് വന്നത്. തബ്ബത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി. എന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി. അവരോട് ചോദിച്ചു, ഈ മലക്ക് പിറകിൽ ഒരു സൈന്യം നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? മക്കൾക്കാർ ഒന്നടങ്കം പറഞ്ഞത് സത്യപ്പെടുത്തും. കാരണം മാ ജറബ്ന അലൈക കദിബ, നിൻ്റെ അടുക്കൽ ഇതിന് മുമ്പ് നമ്മൾ ഒരു രീതിയിലും കളവ് പറയുന്നത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സത്യപ്പെടുത്തും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ആ സമയത്താണ് അബൂലഹബ് പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന, മുഹമ്മദെ നിനക്ക് നാശം, ഇതിനാണോ നമ്മളെ നീ ഒരുമിച്ച് കൂട്ടിയത്? കാരണം സംരക്ഷിക്കേണ്ട, റസൂലിനെ സമാധാനിപ്പിക്കേണ്ട, ചേർത്ത് പിടിക്കേണ്ട മൂത്താപ്പയാണ് ആദ്യമായിട്ട് എതിർത്തത്. അപ്പം റസൂലിനെ സംരക്ഷിക്കേണ്ട ആളാണ് അബൂലഹബ്. പക്ഷെ ആദ്യമായിട്ട് അബൂലഹബാണ് എന്ത് ചെയ്തത്? എതിർത്ത് സംസാരിച്ചത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ഈ ആയത്തിറങ്ങിയപ്പോൾ എല്ലാവരും പോയിട്ട് അബൂലഹബിന് ഓതി കൊടുത്തു ഈ ആയത്ത്. അബൂലഹബിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പേടിയുണ്ടായിരുന്നു. ഓലത്തിന് എന്ത് ചെയ്തിട്ടില്ല. അതിനുശേഷം യുദ്ധത്തിന് പോകാൻ പേടിച്ചു. എവിടെയും പോകുന്നില്ല, വീട് വിട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ പേടിയുണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം ആ രീതിയിലല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുത്തത്. ഉമ്മു ജമീൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളാണ്. അവളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്ത് ചേർത്ത് പറഞ്ഞത്. അപ്പോൾ അതിൽ വേറെ സംഭവമുണ്ട്. ഒരാണ് എന്ത് ചെയ്തു? ദീനെതിരെ സംസാരിച്ചു. കൂട്ടായിട്ട് ആരുണ്ട്? ഭാര്യയുണ്ട്. മറുപുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു, ദഅവത്ത് ആരംഭിച്ചു. എല്ലാ പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നു. കൂടെ ആരുണ്ട്? ഖദീജയുണ്ട് നന്മയിൽ. അപ്പോൾ ഒരു പെണ്ണിന് എന്താകാൻ പറ്റും? തിന്മയിലും ഭർത്താവിൻ്റെ കൂടെ കൂടാൻ പറ്റും, നന്മയിലും ഭർത്താവിൻ്റെ കൂടെ കൂടാൻ പറ്റും. 2 ഇതാണ്. അതേ ചരിത്രത്തിൽ ഒന്ന് താക്കീത് നൽകപ്പെട്ടൊരു കുടുംബം, മറ്റേതോ അനുഗ്രഹീത കുടുംബം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ രീതിയിലും ഖദീജ റളിയല്ലാഹു അൻഹ സഹകരിച്ചു. കല്യാണം കഴിക്കുന്ന സമയം വലിയ സമ്പന്നയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവസാനം ഷൈബ് അബി താലിബിൽ 3 വർഷം കഴിഞ്ഞ്, 3 വർഷം ഉണ്ടായല്ലോ ഷൈബ് അബി താലിബിൽ ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെട്ടെന്ന് വയസ്സുണ്ടായിരുന്നു, 54 വയസ്സുണ്ടായിരുന്നു. അവിടുന്ന് എല്ലാ പ്രയാസങ്ങളും സഹിച്ച്
അത് കഴിയലോടുകൂടി രോഗിയായി. അങ്ങനെയാണ് വഫാത്താകുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ. വഫാത്താകുന്ന സമയം സമ്പത്തൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചു. എല്ലാം ദീനിന് വേണ്ടി സഹകരിച്ചു. റസൂലിൻ്റെ കൂടെ ദീനിന് വേണ്ടി സഹായിച്ചു അല്ലാഹുവിൻ്റെ റസൂലിനെ. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം പിടിച്ചു. പറഞ്ഞു, ഖുറൈശി തറവാട്ടിലൊരു കിഴവിയെ സംബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ അധികം സംസാരിക്കുന്നതെന്ന് വെച്ചു. അതിനേക്കാൾ നല്ല ഭാര്യമാർ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ നല്ലൊരു ഭാര്യയെ എനിക്ക് അള്ളാഹു പിന്നെ നൽകിയിട്ടില്ല. എന്നിട്ട് എടുത്തു പറഞ്ഞു എന്തൊക്കെ? ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോൾ എൻ്റെ ഖദീജ എന്നെ സത്യപ്പെടുത്തി. ജനങ്ങളൊക്കെ എന്നെ ബഹിഷ്കരിച്ചപ്പോൾ എൻ്റെ ഖദീജ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു. എല്ലാ പ്രയാസങ്ങളും എല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ എൻ്റെ ഖദീജ എന്നെ സത്യപ്പെടുത്തി. എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ എൻ്റെ ഖദീജ എന്നിൽ വിശ്വസിച്ചു, എന്നോട് സഹകരിച്ചു, എൻ്റെ കൂടെ സമ്പത്തും ആരോഗ്യം അള്ളാഹിൻ്റെ ദീനു വേണ്ടി ചെലവഴിച്ചു. മറ്റുള്ള ഭാര്യമാരിൽ നിന്നൊക്കെ അള്ളാഹു എനിക്ക് മക്കളെ നൽകിയിട്ടില്ല, പക്ഷേ ഖദീജയിൽ നിന്ന് അള്ളാഹു എനിക്ക് മക്കളെ നൽകി. അത്രയും സ്ഥാനം ഉണ്ടാവും. അതാണ് ഭർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഭാര്യ നന്മയിൽ നിൽക്കണം. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ഭർത്താവ് പോയിട്ട് പറയും, ഇതാ ഇന്നു മുതൽ ഇങ്ങനെയാണ്, ഇതാണ് സുന്നത്തായ രീതി, നമ്മളെ വീട്ടിൽ ഇതാണ് നടക്കുക. നിങ്ങൾ പുതിയൊരു ദീൻ കൊണ്ടുവന്നിന്. നമ്മളെ ഭാര്യമാർ അങ്ങനെയാണ്. ഇത് എവിടെ പുതിയ ദീൻ കൊണ്ടുവന്നിന്? അങ്ങനെ വേണ്ട, പഴയതുപോലെ തന്നെ പോയാൽ മതി. അവരുടെ സൗകര്യം സുഖം അത് നോക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ സഹാബാക്കളോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരോ അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് ആരെങ്ങനെ ആയിരുന്നു? അബൂലഹബിൻ്റെ ഭാര്യ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, അങ്ങനെ ആകാൻ പാടില്ല. നന്മയിൽ ഭർത്താവിൻ്റെ പരം സഹകരിക്കാൻ ഒരു സുന്നത്താണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണെന്ന് അറിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ 100% സഹകരിക്കണം. അതാണ് ഏറ്റവും നല്ല ഭാര്യ. ആരെപ്പോലെ? ഖദീജയെ പോലെ, ആയിഷ റളിയല്ലാഹു അൻഹ പോലെ, ഹഫ്സ റളിയല്ലാഹു അൻഹ പോലെ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളെ പോലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു നിസാഇ അഹ്ലിൽ ജന്നതി ഖദീജ, സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളതാർക്കാണ്? ഖദീജക്കാണ്. കാരണം റസൂലിൻ്റെ കൂടെ സഹകരിച്ചു. 4 ആൾക്കാരെ പേര് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? സഹകരിക്കണം. നമ്മൾ വിഷയം അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആ സമയത്ത് റസൂലിൻ്റെ അടുക്കിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ കുറച്ച് കറിയുമായിട്ട് വരികയാണ് ഭക്ഷണം കഴിക്കാൻ രാത്രി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലിനെ പറഞ്ഞു, റസൂലെ, ഇത് ഖദീജയുടെ കയ്യിൽ ഭക്ഷണമുണ്ട്. ഖദീജയോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കണം. ഖദീജയുടെ റബ്ബ് ഖദീജക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്സലാമും മിന്നി, എൻ്റെ ഭാഗത്തുനിന്നൊരു സലാമുണ്ടെന്ന് അറിയിക്കണം. എന്ന് ആലോചിച്ചൊക്കെ, ജീവിച്ചിരിക്കുന്ന സമയം അള്ളാഹു സലാം പറഞ്ഞയക്കാണ് ജിബ്രീലിൻ്റെ അടുക്കൽ. ജിബ്രീൽ പറയാണ്, അള്ളാഹിൻ്റെ റസൂലെ, അള്ളാഹിൻ്റെ സലാമുണ്ട്, എൻ്റെ സലാമും ഖദീജക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടെന്നും സന്തോഷ വാർത്ത അറിയിക്കണം. ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ലാ നസബ വലാ ഖസബ്, അവിടെ എന്തില്ല? ക്ഷീണമില്ല, ഒച്ചപ്പാടും ബഹളവുമില്ല. അങ്ങനത്തെ വീട്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ദഅവത്ത് ആരംഭിച്ചത് മുതൽ ഖദീജ റളിയല്ലാഹു അൻഹ മുഴുവൻ ക്ഷീണത്തിലായിരുന്നു, പരിശ്രമത്തിലായിരുന്നു. അതുപോലെ തന്നെ ഒച്ചപ്പാടും ബഹളവും പേടിയായിരുന്നു. ഏത് സമയത്തും ആക്രമിക്കപ്പെടാം. ഒരു ദിവസം പോലും നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങിയിട്ടില്ല. അതിൻ്റെ പകരമാണ് ശാന്തിയും സമാധാനവും ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാത്ത നല്ലൊരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നമ്മളൊരു നന്മ ചെയ്താൽ അതേ നന്മയിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. അപ്പം ദുനിയാവിൽ ആ വീട്ടിൽ പ്രയാസങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. അതിൻ്റെ പകരം എന്ത് ചെയ്തു? സ്വർഗത്തിൽ അല്ലാഹു കൊടുത്തു. അപ്പം ഭർത്താവിൻ്റെ കൂടെ സഹകരിക്കുന്ന നല്ല പെണ്ണുങ്ങളാണ്. സുന്നത്തിലാണെങ്കിലും തൗഹീദിലാണെങ്കിലും ബിദഅത്തുകൾ ഒഴിവാക്കുന്നതാണെങ്കിലും മറ്റുള്ള അനാചാരങ്ങളും നമ്മുടെ നാട്ടിൽ ഓരോ കൂത്താടി ഇതുണ്ടല്ലോ, ഓരോ നാട്ടിലെ ആചാരങ്ങൾ, പൈസയും വെറുതെ ചിലവാക്കുന്ന, സമയം ചിലവാക്കുന്ന, ഇസ്ലാമിനെ കൊല്ലുന്ന കുറേ ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഭർത്താവ് എന്നൊക്കെ മാറി നിൽക്കും. പക്ഷെ ആരാ നിർബന്ധിക്കുക? പെണ്ണുങ്ങൾ. അങ്ങനെ ആ പാടില്ല. പെണ്ണുങ്ങൾ, ഭർത്താവ് അതിൽ നിന്ന് സപ്പോർട്ടായിട്ട് കൂടെ പെണ്ണുങ്ങൾ നിൽക്കണം. അപ്പം മക്കളും ഉണ്ടാവും. അപ്പോൾ ആ കുടുംബം ദീനനുസരിച്ചുള്ള കുടുംബമായിട്ട് മാറും.
ആ രീതിയിലാണ് വേണ്ടത്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ സംരക്ഷിച്ചത്. ഓരോ പെണ്ണിനത് കഴിയും ഭർത്താക്കന്മാർ ആ രീതിയിൽ സംരക്ഷിക്കാൻ. അപ്പോൾ ആ ഭർത്താവിന് നല്ല ഇതുണ്ടാവും, ആവേശം ഉണ്ടാവും. പിന്നെ ആ കുടുംബത്തിൽ നല്ല ദീനനുസരിച്ചുള്ള കുടുംബമായിരിക്കും. ഭർത്താവ് എന്ത് ചെയ്യും, എന്ത് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കും, സ്വീകരിക്കേണ്ടത് മാത്രം സ്വീകരിക്കും. അപ്പോൾ സന്തോഷത്തിലും ദീനനുസരിച്ചും ആ കുടുംബം മുന്നോട്ട് പോകും. അപ്പോൾ പെണ്ണുങ്ങളുടെ കയ്യിലാണ് എന്ത് ചെയ്യുക, കുടുംബത്തിൻ്റെ ഇതുള്ളത്, ഭദ്രതയുള്ളത്. അവൾ ഇളക്കി വിട്ടാൽ പോയി, അത് മുറുക്കെ പിടിച്ചാൽ ആ കുടുംബം നല്ല രീതിയിലുണ്ടാവും. അത് ശ്രദ്ധിക്കുക. നമുക്ക് ബാക്കി ആ സംഭവം ഇനിയിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ അസ്ഹാബുൽ ഖറിയ, ആ നാട്ടുകാരെ സംബന്ധിച്ചാണ്. ആ നാട്ടുകാരും ആ പ്രവാചകന്മാരും തമ്മിലുള്ള സംഭാഷണമാണ് അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച ആ സംഭാഷണം, ആ സംഭവങ്ങളൊക്കെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല പാപങ്ങളും ഉടമസ്ഥനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് അവിടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി അവിടെ ഖബറുകൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.